എനിക്ക് എല്ലാ മാസവും ഓവുലേഷൻ നടക്കുന്നുണ്ടല്ലോ ഡോക്ടറെ, എന്നിട്ടും ഞാൻ എന്താ പ്രഗ്നന്റ് ആവാത്തത്? ഓവുലേഷൻ പ്രഗ്നൻസിയിൽ ഒരു പ്രധാന ഘടകമാണ്. ഓവുലേഷൻ കൊണ്ട് മാത്രം പ്രഗ്നൻസി സാധ്യമല്ല. ഓവുലേഷന്റെ കൂടെ തന്നെ ഹെൽത്തിയായ ഒരു സ്പേമും ആവശ്യമാണ്. ഫെർട്ടിലൈസേഷൻ നടക്കണം, അതിനുശേഷമായി നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ അത് ഇംപ്ലാന്റ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരു ഘട്ടം കറക്റ്റായി നടന്നില്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി സാധ്യമല്ല. ഇതിന് കാരണമാകുന്ന ചില കാരണങ്ങൾ നോക്കാം. ആദ്യമായി തന്നെ കറക്റ്റ് ടൈമിംഗ് ഇല്ലായ്ക എന്നുള്ളത്, ഓവുലേഷൻ ടൈമിൽ അല്ലെങ്കിൽ ഫെർട്ടൈൽ വിൻഡോയിൽ കറക്റ്റായി നമ്മൾ ബന്ധപ്പെടാതിരിക്കുക എന്നുള്ളത്. അടുത്തതായി എഗ്ഗിന്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ സ്പേമിന്റെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ മോട്ടിലിറ്റിയിലോ ചില വ്യതിയാനങ്ങൾ കാരണമായി ഫെർട്ടിലൈസേഷൻ നടക്കാതിരിക്കാം. ഹോർമോണൽ ഇംബാലൻസ് കാരണമാകുന്ന ചില അസുഖങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, തൈറോയിഡ്, PCOD അല്ലെങ്കിൽ PCOS പോലെയുള്ള അസുഖങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇംപ്ലാന്റേഷനെയും അതുപോലെ തന്നെ ഓവുലേഷനെയും ബാധിക്കാം. പിന്നെ യൂട്രസിനോ സെർവിക്സിനോ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, സെർവിക്കൽ പോളിപ്സ് അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ് അങ്ങനെയുള്ള ചില അസുഖങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതും ഒരു കാരണമാണ്. ബ്ലോക്ക്ഡ് ഫെലോപ്പിയൻ ട്യൂബ്സ് ഒരു പ്രധാന കാരണമാണ്. ഇനി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണമായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കാരണമായോ ഓവർ മെഡിക്കേഷൻസ് കാരണമായും നമ്മുടെ പ്രഗ്നൻസി ലേറ്റ് ആവാറുണ്ട്. നിങ്ങൾ മാസങ്ങളോളം ശ്രമിച്ചിട്ട് പ്രഗ്നന്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതും അനിവാര്യമാണ്.